നമസ്കാരം, എല്ലാവർക്കും ആർടി മീഡിയയിലെ പുതിയ ലക്കത്തിലേക്ക് സ്വാഗതം. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന LPST റാങ്ക് ലിസ്റ്റിൻ്റെ സാധ്യതകളെക്കുറിച്ചാണ്. പല ജില്ലകളിലെയും LPST റാങ്ക് ലിസ്റ്റുകളുടെ കഴിഞ്ഞ 2 ലിസ്റ്റുകളുടെ സാധ്യതകളും അഡ്വൈസ് ഡീറ്റെയിൽസും വെച്ച് നമ്മൾ നിയമന നില ഏതാണ്ട് പ്രെഡിക്റ്റ് ചെയ്തിരുന്നു. സാധ്യതകൾ നമ്മൾ പറഞ്ഞിരുന്നു. പലരും ആ നിഗമനത്തിലേക്കാണ് പലപ്പോഴും എത്തിച്ചേരുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഓരോ ജില്ലയിലെയും റൊട്ടേഷൻ ചാർട്ട് തയ്യാറാക്കി കഴിഞ്ഞ 2 ലിസ്റ്റുകളുടെ നിയമന നില വർഷാവർഷം കണക്കാക്കിയാണ് നമ്മൾ ഏതാണ്ട് ഈ അനലൈസിലേക്ക് എത്തുന്നത്. നിയമന നില ഏതാണ്ട് എത്രത്തോളം വരുന്നു എന്നുള്ളത് കണക്കാക്കി നമ്മൾ മനസ്സിലാക്കി ഓരോ സ്ഥലത്തെയും ഒഴിവുകളിൽ ചിലപ്പോൾ ചില മാറ്റങ്ങളൊക്കെ വന്നേക്കാം എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് ഇതാണ് മനസ്സിലാക്കാൻ, നമ്മൾ ഇപ്പോഴുള്ള ലിസ്റ്റിൻ്റെ ഘടന മനസ്സിലാക്കാനും ഉദ്യോഗാർത്ഥികൾക്ക് ഇത് സഹായിക്കുമെന്നുള്ളതുകൊണ്ടാണ് നമ്മൾ തുടരുന്നത്. പലരും ആവശ്യപ്പെടുന്ന ജില്ലയാണ് നമ്മൾ ഓരോ ഘട്ടത്തിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നേരിട്ട് ഞാൻ ലിസ്റ്റിലേക്ക് കിടക്കുകയാണ്. പുതിയ അപ്ഡേറ്റ്സ് ഒന്നും ലഭ്യമല്ലാത്തതിനാൽ നമ്മൾ നേരിട്ട് ഓരോ ഡിസ്ട്രിക്റ്റിൻ്റെ അനലൈസിലേക്ക് കിടക്കുകയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കോഴിക്കോട് ജില്ലയുടെ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കോഴിക്കോട് ജില്ലയുടെ ലിസ്റ്റ് പരിശോധിച്ചാൽ നമുക്കറിയാം 1149 പേരാണ് ലിസ്റ്റിലുള്ളത്. മുൻ ലിസ്റ്റിൽ അത് 808 പേരായിരുന്നു. ഒരു 341 പേരുടെ വർധനവുണ്ട്. 341 പേര് കൂടുതലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ലിസ്റ്റിൽ നിന്ന്. അതായത് മെയിൻ ലിസ്റ്റിൽ 606 പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 543 പേരും. കാറ്റഗറി വൈസ് നോക്കുകയാണെങ്കിൽ ജനറൽ 79 പേര്, EWS 56 പേര് മെയിൻ ലിസ്റ്റിൽ, 60 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ, EBT 191 പേര് മെയിൻ ലിസ്റ്റിൽ, 119 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ, SC 13 പേര് മെയിൻ ലിസ്റ്റിൽ, 80 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ, ST ആരുമില്ല മെയിൻ ലിസ്റ്റിൽ, 18 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ, മുസ്ലിം 176 പേരുണ്ട്, 115 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ. 176 പേര് എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല നമ്പർ തന്നെയാണ്. അതുകൊണ്ട് കഴിഞ്ഞ തവണത്തെ അതേ സാധ്യത വരുമോ എന്നുള്ളത് പരിശോധിക്കേണ്ടി വരും. വിശ്വകർമ്മ 18 പേര് മെയിൻ ലിസ്റ്റിൽ, 30 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ, SCCC സപ്ലൈ ആരുമില്ല മെയിൻ ലിസ്റ്റിൽ, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 10 പേരുണ്ട്. ഹിന്ദു നാടാർ അതുപോലെ തന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 9 പേര്. DA ഡിഫറൻ്റ്ലി ഏബിൾഡ് കാറ്റഗറിയിൽ 6 പേര് LDOCP, LV 6 പേര്, ഹിയറിംഗ് HI ഒരാൾ, SIC നാടാർ ഒരാൾ മെയിൻ ലിസ്റ്റിലും 10 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിലും, LC 12 പേര് മെയിൻ ലിസ്റ്റിൽ, 40 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ. അങ്ങനെ ടോട്ടൽ 606 പേര് മെയിൻ ലിസ്റ്റിലും 543 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിലും. ടോട്ടൽ 1149. മുൻ ലിസ്റ്റിൽ അത് 808 പേരായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അതിൽ നിന്ന് അഡ്വൈസ് ആയിരിക്കുന്നത് 482. 482 എന്ന് പറഞ്ഞാൽ സാമാന്യം നല്ല ഒരു അഡ്വൈസ് നിലയാണ് കോഴിക്കോടിനെ സംബന്ധിച്ച്. അതിൻ്റെ മുൻ ലിസ്റ്റിൽ നിന്നൊക്കെ 392 ആയിരുന്നു നിയമന നില ഉണ്ടായിരുന്നത്. അപ്പോൾ 482 എന്ന് അത്യാവശ്യം നല്ല നിയമന നില തന്നെയാണ്. ഏറ്റവും അവസാനത്തെ ലാസ്റ്റ് അഡ്വൈസ് 22/5/25 22/5 മെയ് 16 വരെയുള്ള വേക്കൻസി ഫില്ല് ചെയ്തിട്ടുള്ളതാണ് PSC എന്ന് മനസ്സിലാകുന്നത്. മറ്റെല്ലാ ജില്ലകളിലും ജൂൺ 10 വരെയൊക്കെ അഡ്വൈസുകൾ മെയ് 30 വരെയുള്ള വേക്കൻസി റിപ്പോർട്ട് ചെയ്ത് പോയിട്ടുണ്ട്. കോഴിക്കോടിൻ്റെ കാര്യത്തിൽ അത് ഞാൻ അന്വേഷിച്ചിട്ട് വിവരം കിട്ടിയിട്ടില്ല. സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്ത ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇനി ജൂൺ മാസത്തിൽ ഏതെങ്കിലും അഡ്വൈസ് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് പോയിട്ടുണ്ടാവാനുള്ള സാധ്യതയില്ല. ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ആവേണ്ട സമയമായി. മറ്റെല്ലാ ജില്ലകളിലും അപ്ഡേറ്റ് ആയിട്ടുണ്ട്, പക്ഷേ ഈ അപ്ഡേറ്റ് ആയിട്ടില്ല. അതുകൊണ്ടുള്ള ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കുക. ആ ഡാറ്റ വന്നതിന് ശേഷം എന്തെങ്കിലും വലിയ മാറ്റം ഉണ്ടെങ്കിൽ ഞാനത് ഒന്നുകൂടി ചാർട്ട് തയ്യാറാക്കി രണ്ടുമൂന്ന് ചെയ്യാൻ ശ്രമിക്കാം സമയത്തിനനുസരിച്ച്. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് നമുക്കറിയാം ആദ്യത്തെ അഡ്വൈസിൽ തന്നെ 4/7/2022 ഫസ്റ്റ് അഡ്വൈസ് പോയത്. 159 പേരുടെ ഒരു അഡ്വൈസ് ആയിരുന്നു അന്ന് പോയത്, 159 പേര്. പിന്നീട് അങ്ങോട്ട് 18/7 ജൂലൈ 18 ഒരു 9 പേര്, നവംബറിൽ 14 ഒരു 119 പേര്. ഇങ്ങനെ അഡ്വൈസ് പോയി. അതായത് ആദ്യത്തെ 5 മാസം കൊണ്ട് തന്നെ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ 287 അഡ്വൈസ് പോയിട്ടുണ്ട്. ആദ്യത്തെ 5 മാസം കൊണ്ട് 287. പിന്നീട് അങ്ങോട്ടുള്ള 3 വർഷത്തിൽ 36 മാസത്തിൽ, പിന്നീട് അങ്ങോട്ടുള്ള 31 മാസത്തിൽ പോലും 200 അഡ്വൈസ് പോലും പോയിട്ടില്ല എന്നർത്ഥം. ആദ്യം ഒരു 285 മാസം കൊണ്ട് 287 അഡ്വൈസ് പോയി. പിന്നീട് അങ്ങോട്ടുള്ള 31 മാസം 200 അഡ്വൈസ് പോലും പോയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് നിങ്ങൾ മനസ്സിലാക്കുക. ആദ്യ വർഷം 298 അഡ്വൈസാണ് മൊത്തത്തിൽ പോയത്. ആദ്യത്തെ 159 അഡ്വൈസ് ഉണ്ടല്ലോ ജൂലൈ 4, 2022 അത് പോകാനുള്ള കാരണം കൂടി പറയാം. അതിൻ്റെ തൊട്ട് മുമ്പത്തെ വർഷം 2021 മാർച്ച് 24 ലിസ്റ്റ് അവസാനിച്ചതാണ്. ലിസ്റ്റിലുള്ള ലാസ്റ്റ് അഡ്വൈസ് ഒന്നാണ് പോയത്. അതിനുശേഷം പിന്നെ അഡ്വൈസ് പോയിട്ടില്ല. അതായത് 1 വർഷവും 4 മാസം സമയമുണ്ട്. ആ വർഷത്തെ അഡ്വൈസാണ് അത്രയും വന്നത് 159. പിന്നെ മെയ് 31 റിട്ടയർ ചെയ്തതും പിന്നെ കണക്കാക്കി 119 അടുത്ത നവംബറിലും പോയി. അങ്ങനെയാണ് ആദ്യത്തെ വർഷം അത്രയും അഡ്വൈസ് വന്നത്. അതായത് ഈ ലിസ്റ്റിൻ്റെ അവർക്ക് ശരിക്കും ആ ലിസ്റ്റിൻ്റെ കാലാവധിയുടെ ഗുണം അങ്ങ് 3 വർഷത്തിൽ നിന്ന് അപ്പുറത്തേക്ക് കിട്ടിയെന്ന് അർത്ഥം. നമ്മുടെ ലിസ്റ്റിന് ആ ഗുണം ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതായത് മെയിൽ വരെ അഡ്വൈസ് പോയിട്ടുണ്ട്, പക്ഷേ മെയ് 30 വരെയുള്ള വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതും കൂടി വന്നു കഴിഞ്ഞാൽ അതും കുറയും.
രണ്ടാമത്തെ വർഷം 133, മൂന്നാമത്തെ വർഷം വളരെ കുറവായിരുന്നു, 51 അഡ്വൈസാണ് പോയിട്ടുള്ളത്. രണ്ടാമത്തെ വർഷം ജൂലൈയിൽ 46, നവംബറിൽ 60, അങ്ങനെ അങ്ങനെ വന്ന് ഏപ്രിൽ 18 വരെ 133, അതിൽ 2 NJD വരും, അങ്ങനെ 133 അഡ്വൈസും. മൂന്നാമത്തെ വർഷം ജൂൺ 13 10, പിന്നെ ഓരോന്ന് കഴിഞ്ഞ് നീ ഒക്ടോബറിൽ 1, ജനുവരിയിൽ 5, ഫെബ്രുവരിയിൽ 1, ഏപ്രിൽ 13, മെയ്യിൽ 10, അടുത്ത മെയ് 22 11. അതിൽ തന്നെ 4 NJD ആണ്, അങ്ങനെ 51 അത്രയും ആകെ പോയിട്ടുള്ളൂ. അപ്പോൾ നിയമനം നോക്കുമ്പോൾ ഇത് കഴിഞ്ഞ വർഷമൊക്കെ വളരെ താരതമ്യേന വളരെ കുറഞ്ഞ നിയമനമാണ് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ നടന്നതെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ, ലിസ്റ്റിലെ ലാസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ടെമ്പററി പാസ്ഡ് ഓവർ ഉണ്ട്, SIC നാടാറൊന്നുണ്ട്, OBC ഉണ്ട്, ഈഴവ ഉണ്ട്, ST ഉണ്ട്, മുസ്ലിം ഉണ്ട്, SECC, ഇതെല്ലാം ഒന്ന് ടെമ്പററി പാസ്ഡ് ഓവർ ഉണ്ട്. പിന്നെ നമ്മൾ പെൻഡിങ് DA ഉണ്ടോ എന്ന് നോക്കി, ഞാൻ ഡിസേബിൾഡ് കാറ്റഗറിക്ക് പെൻഡിങ് എന്തെങ്കിലും കിടക്കുന്നുണ്ടോ നോക്കി, അതൊന്നും കാണുന്നില്ല. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. സൈറ്റിലൊന്നും കണ്ടിട്ടില്ല, അതുകൊണ്ട് DA കാറ്റഗറിയിൽ പെൻഡിങ് ഒന്നും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ നോക്കിയപ്പോൾ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയപ്പോൾ ഇത് കുറച്ച് നോക്കിയപ്പോൾ ഏതാണ്ട് ഒരു 400 അഡ്വൈസാണ് കോഴിക്കോട് ജില്ലയിൽ വരാൻ സാധ്യതയുള്ളത്. ഏറ്റവും കുറഞ്ഞത് 400 അഡ്വൈസാണ് വരാൻ സാധ്യതയുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം 482 വന്നതിന് കാരണം, അത്രയും വർധനവ് വരാൻ കാരണം ആ ഒരു വർഷം അധികം കിട്ടിയ ആ ഒരു കാരണം കൊണ്ടാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. കോഴിക്കോട് അത്രയും 400 അഡ്വൈസാണ് സാധാരണഗതിയിൽ വരാൻ ചാൻസ് ഉള്ളത്. ഒരു 390 400 അഡ്വൈസ്, അതാണ് കോഴിക്കോട് ജില്ലയുടെ സാധ്യതയായിട്ട് കണക്കാക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ 2 സാധ്യതയാണ് ഇപ്പോൾ കണക്കാക്കിയത്. ഒന്ന് 400 അഡ്വൈസ് വരികയാണെങ്കിൽ എത്രത്തോളം നിയമനം ഉണ്ടാവും, പിന്നെ അതുപോലെ കഴിഞ്ഞ വർഷത്തെ പോലെ 482 അഡ്വൈസ് വരികയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ഞാൻ പലരുമായി സംസാരിച്ച് നോക്കിയപ്പോൾ ഒരു 400 അഡ്വൈസിൻ്റെ സാധ്യതയാണ് പലരും പറയുന്നത്. എനിക്കിപ്പോൾ നിരാശരാകേണ്ട കാര്യമില്ല, കൂടുതൽ വരും. കഴിഞ്ഞ അടുത്ത വർഷങ്ങളിലൊക്കെ റിട്ടയർമെൻറ്റ് കുറച്ചധികം വരുന്നുണ്ട്. റിട്ടയർമെൻറ്റ് അധികം വന്നെങ്കിൽ ആ 400ലേക്ക് തന്നെ എത്തുമെന്ന് പറയുന്ന കുറച്ച് ആൾക്കാരും ഉണ്ട്. അതുകൊണ്ട് 400 അഡ്വൈസിൻ്റെ സാധ്യത ആദ്യം പറയാം. അങ്ങനെ വരികയാണെങ്കിൽ ഓപ്പൺ കോമ്പറ്റീഷൻ 314 റാങ്ക് വരെയും, EWS 430, EBT 333, SC സപ്ലിമെൻ്ററി ലിസ്റ്റ് 20, ST സപ്ലിമെൻ്ററി ലിസ്റ്റ് 9, മുസ്ലിം 331, LC ഓർ ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെൻ്ററി ലിസ്റ്റ് 4, OBC 327, വിശ്വകർമ്മ 439, SIC നാടാർ സപ്ലിമെൻ്ററി ലിസ്റ്റ് 3, SECC സപ്ലിമെൻ്ററി ലിസ്റ്റ് 4, ധീവര സപ്ലിമെൻ്ററി ലിസ്റ്റ് 2, ഹിന്ദു നാടാർ സപ്ലിമെൻ്ററി ലിസ്റ്റ് 4. ഇങ്ങനെയാണ് ആ ഇത് വരുന്നത് 400 അഡ്വൈസ് വരികയാണെങ്കിൽ. ഇനി ഒരു മറ്റൊരു സാധ്യത, ലിസ്റ്റിൻ്റെ എണ്ണത്തിൽ വലിയൊരു മാറ്റം ഉള്ളതുകൊണ്ട് തന്നെ, കുറച്ച് വർധനമുള്ളതുകൊണ്ട് നിയമനം കൂടുതൽ സാധ്യത പ്രതീക്ഷിച്ചുകൊണ്ടാണ് നിയമനം നടക്കുന്നത്, ലിസ്റ്റ് ഇട്ടത് എന്നുള്ളതൊക്കെ സാധ്യത നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ് ലിസ്റ്റ് കുറച്ച് കൂടുതൽ നടക്കുകയാണ്. കഴിഞ്ഞ വർഷം അതേ ലെവലിൽ തന്നെ നടക്കുകയാണെങ്കിൽ 482 490 അഡ്വൈസ് ലെവലിൽ 500ൻ്റെ താഴെ ആയിട്ട് അഡ്വൈസ് വരേണ്ടതാണ്. അങ്ങനെ വരികയാണെങ്കിൽ ഓപ്പൺ കോമ്പറ്റീഷൻ അത് 383 വരെയും, EWS 505, EBT 404, SC സപ്ലിമെൻ്ററി ലിസ്റ്റ് 27, ST സപ്ലിമെൻ്ററി ലിസ്റ്റ് 12, മുസ്ലിം 396, LC ഓർ ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെൻ്ററി ലിസ്റ്റ് 7, OBC 390, വിശ്വകർമ്മ 445, SIC നാടാർ സപ്ലിമെൻ്ററി ലിസ്റ്റ് 4, SECC സപ്ലിമെൻ്ററി ലിസ്റ്റ് 5, ധീവര സപ്ലിമെൻ്ററി ലിസ്റ്റ് 3, ഹിന്ദു നാടാർ സപ്ലിമെൻ്ററി ലിസ്റ്റ് 4. സപ്ലിമെൻ്ററി ലിസ്റ്റ് 5ലേക്ക് എത്തണമെങ്കിൽ 500 അഡ്വൈസ് വരേണ്ടി വരും. ഇതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന നില. ഇത് ഞാൻ പറഞ്ഞത് സാധ്യതകളാണ്. കാരണം ഇതിൽ തന്നെ മാറ്റങ്ങൾ വരുന്നത് പലപ്പോഴും NJD വരുമ്പോൾ കാര്യം റൊട്ടേഷൻ മാറും. ആ ലെവലിലാണ് NJD മാറ്റങ്ങൾ വരിക. ഇത് ഇപ്പോഴുള്ള നിലയിൽ എല്ലാവരും ജോയിൻ ചെയ്താലുള്ള ഒരു നില വെച്ചിട്ടാണ് ഇതിൽ വരുന്നത്. പിന്നെ DA വരുന്നത് 100ന് പുറത്തുള്ള കാറ്റഗറിയിൽ അതും വരും. 100 DA കണക്കാക്കുന്നത്, ഡിഫറൻറ്റ് ഏബിൾഡ് കണക്കാക്കുന്നത് റൊട്ടേഷൻ ചാർട്ടിൽ DA നിങ്ങൾ കാണില്ല, 100ന് പുറത്താണ്. 101 102 അങ്ങനെ 4 ഇതിലാണ് റൊട്ടേഷൻ അത് വരിക. അപ്പോൾ അതും വരും. അത്രയാണ് ഈ ലിസ്റ്റിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്. സാധ്യതകളാണ് നമ്മൾ പറയുന്നത്. ഏതാണ്ട് കാസർഗോഡിൻ്റെ അവസ്ഥ, കോഴിക്കോടിൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ. ഇതേ കഴിഞ്ഞ വർഷമൊക്കെ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നുള്ളവർക്ക് അവസാന സമയത്ത് വളരെ ഞെങ്ങിയുള്ള നിയമനങ്ങളാണ് നടന്നത്. വെറും 51 നിയമനമാണ് ഒരു വർഷം നടന്നത്. അതിൻ്റെ മുന്നത്തെ വർഷം 133 ഉണ്ടായിരുന്നു. അതിൻ്റെ ആദ്യത്തെ വർഷം ഞാൻ പറഞ്ഞ പോലെ 298 ഉണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ നിയമനങ്ങൾ നടക്കട്ടെ, കൂടുതൽ റിട്ടയർമെൻറ്റ് വരുന്നുണ്ട്, പ്രൊമോഷൻസും കൂടി നടക്കണം. റിട്ടയർമെൻറ്റ് പ്ലസ് പ്രൊമോഷൻ, പിന്നെ വാക്കൻസി കറക്റ്റ് ടൈമിൽ റിപ്പോർട്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ നിയമനങ്ങൾ നല്ല രീതിയിൽ തന്നെ നടക്കാൻ സാധ്യതയുണ്ട്. ഇതാണ് ഞാൻ പലരുമായി സംസാരിച്ചപ്പോൾ ലിസ്റ്റ് അനലൈസ് ചെയ്തപ്പോൾ കിട്ടിയ വിവരങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ലിസ്റ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായി ചോദിക്കുക. ഞാൻ സമയത്തിനനുസരിച്ച് മറുപടി തരാം. എനിക്ക് അറിയാവുന്ന രീതിയിൽ മറുപടി തരാൻ ശ്രമിക്കാമെന്ന് മാത്രം പറയുന്നു. കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ അപ്ഡേറ്റുകൾ അതായത് അഡ്വൈസ് വരുന്ന സമയത്ത് ഞാൻ തരാൻ ശ്രമിക്കാം. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. മറ്റുള്ളവരിലേക്ക് ഈ ഡാറ്റ ആവശ്യമുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.